അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ആളുകൾ മഹാന്മാരെ ആദരിക്കുന്നതിനെയും മഹാന്മാരെ അനുസ്മരിക്കുന്നതിനെയും എതിർക്കുന്നവരുണ്ട്. മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിനെ എതിർക്കുന്നവരുണ്ട്. എന്നാൽ എനിക്ക് ഇവിടെ ഒന്ന് ചോദിക്കാനുള്ളത്, ഇങ്ങനെ എതിർക്കുന്ന കൂട്ടർ എന്തിനാണ് ഹജ്ജിന് പോകുന്നത്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? മഹാന്മാരെ അനുസ്മരിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഹജ്ജ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഹാജറ ബീബി റളിയല്ലാഹു അൻഹ, ഇവരെയൊക്കെ അനുസ്മരിക്കലും അവരുടെ പാത പിന്തുടർന്നു പോകലുമാണ് ഹജ്ജ് എന്നുള്ളത്. അപ്പോ മഹാന്മാരെ അനുസ്മരിക്കുന്നത് ശിർക്കാണ് എന്ന് പറയുന്ന, അത് തെറ്റാണ് എന്ന് പറയുന്നവർ എന്തിനാണ് ഈ ഹജ്ജിന് പോകുന്നത്? ഹജ്ജിലുള്ള എല്ലാ കർമ്മങ്ങളും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജറ ബീബിയെയും അനുസ്മരിക്കുന്നതാണ്. അവിടെ നിന്ന് കല്ലെറിഞ്ഞതുപോലെയുള്ള കല്ലെറിയൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹാജറ ബീബി ഓടിയ സ്ഥലങ്ങളിലൂടെയുള്ള ഓടല്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മഹാന്മാരെ അനുസ്മരിക്കുന്നതാണ്. പിന്നെ ഈ എതിർക്കുന്ന കൂട്ടർ എന്തിനാണ് അവിടത്തേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്നത്? ഹജ്ജിന് പോയാലും ചില ആളുകൾ സിയാറത്തിന് മദീനയിലേക്ക് പോകാറില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅതി, ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായി എന്നുള്ളതാണ്. അപ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ആ ഹദീസ് മുൻനിർത്തിയിട്ട് അവിടുത്തെ ശഫാഅത്തുൽ ഉളുമയിൽ നമ്മളൊക്കെ ഉൾപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നത്. മദീനയിലേക്ക് സിയാറത്തിന് പോയാൽ അവരുടെ ഹജ്ജ് ബാത്തിലായി എന്നാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. അവർക്കൊന്നും ഇത് മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് ഈ വിഷയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരെ ആദരിക്കുന്നതിനെയും മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിന്റെയും ഒരുപാട് തെളിവുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളായ ആളുകൾ അതൊക്കെ ചെയ്തു വന്നതുമാണ്. നമ്മുടെ ഉസ്താദുമാർ, അവരുടെ ഉസ്താദുമാർ അങ്ങനെ മുകളിലോട്ട് പോകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാപ്പ അവരെ പോലെയുള്ള വലിയ വലിയ ആളുകൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നതാണ്. പിന്നെ എന്തിനാണ് ഇത് ഇവിടെ എതിർക്കുകയും അവിടെ പോയിട്ട് ചെയ്യുകയും ചെയ്യുന്നത്? ഇത് ആരെ പൊട്ടം കളിപ്പിക്കാനാണ്? അതുപോലെ തന്നെ ഇവിടെ അവർ ചോദിച്ചുകൊണ്ടിരുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ രണ്ട് സംഘടനകൾ ഉണ്ടല്ലോ, അതിൽ ഏത് സംഘടനയാണ് സ്വർഗത്തിൽ പോകുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഇക്കൂട്ടര് 1, 2, 4 8 നിലയിൽ പൊട്ടിയിട്ട് 8ലധികം വിഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഏത് കൂട്ടരാണ് സ്വർഗത്തിൽ പോവുക? ചില ആളുകൾക്ക് ജിന്നുണ്ട്, ചില ആളുകൾക്ക് ജിന്നില്ല, ചില ആളുകൾക്ക് പടച്ചോന് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ പല വിഭാഗത്തിലും തൗഹീദിൽ തന്നെ പിഴച്ചുപോയ ആളുകളാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ തൗഹീദിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ തൗഹീദ് ഇവിടെ പഠിപ്പിച്ചത്, ആ രൂപത്തിലുള്ള അതേ പിന്തുടർച്ചക്കാരാണ് ഇവിടെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. ഞങ്ങളുടെ ഇടയിൽ പിളർപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ആശയപരമായിട്ടൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പണ്ഡിതന്മാര് തീർത്തുകൊള്ളും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകളെ ഭിന്നിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ കൂടി കളിക്കാം എന്ന് വിചാരിക്കണ്ട. അല്ലാഹു തആല എന്നും ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അതിന്റെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ 8 16 അതിനും അപ്പുറമായിട്ട് പിളർത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിലൂടെ നാമാവശേഷം ആവുകയും ചെയ്യും എന്ന് മാത്രമേ എനിക്ക് ഈ വേളയിൽ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.